നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും ഞാൻ നുള്ളി പെറുക്കിയെടുക്കും എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ ഓരോ പഞ്ചായത്തിലെയും ഓരോ വീടുകളിലെയും പോയി അരിമണികൾ മാത്രമല്ല സ്വാദിഷ്ടമായ ഓരോ വിഭവങ്ങളും നുള്ളിയെടുത്ത് രുചി നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അയലത്തെ അടുക്കളയുടെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി പുഴയുടെ ഒരു വക്കത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്നത്തെ അയലത്തെ അടുക്കള ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോണത് ചാലക്കുടിയിലെ ഒരു മനോഹരമായ വീട്ടിലേക്കാണ്. അതിനൊക്കെ മുൻപ് ചാലക്കുടി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറേ കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കലാഭവൻ മണിച്ചേട്ടനാണ്. അപ്പം ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. വരുന്ന വഴിയിൽ ഒരുപാട് മീൻകാരി പെണ്ണുങ്ങളെ ഞാൻ കണ്ടു, പക്ഷെ ആരോട് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് പോയാലോ? എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. കാത്തിരുന്ന് ബോറടിച്ചോ? ഓ ഇല്ല, ഇവിടെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ലില്ല, ചാലക്കുടി ഞാൻ ഇഷ്ടംപോലെ തവണ വന്നിട്ടുണ്ട്, പക്ഷെ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ്. പക്ഷെ എന്നാലും ഞാൻ ഇവിടുത്തെ ചാലക്കുടി പുഴയൊക്കെ കണ്ട് ആസ്വദിച്ച് വരികയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അല്ലല്ല, ചേട്ടനുണ്ട്. ഉണ്ടോ? ഉണ്ട്. ചേട്ടാ അതെ ഫ്ലവേഴ്സിന്ന് വന്നിരിക്കുന്നു. നമസ്കാരം ചേട്ടാ. ജോഷ് ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ചേട്ടന്റെ പേര്? സണ്ണി ചേട്ടാ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്നത്തെ ഷെഫ് ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജാൻസി ചേച്ചിയാണ്. അപ്പം ജാൻസി ചേച്ചി ഫുൾ പ്രിപ്പയർഡ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്നാലും അത്യാവശ്യമൊക്കെ. അപ്പൊ അതിനൊക്കെ മുൻപ് വിശേഷങ്ങൾ ചോദിക്കാം. ജാൻസി ചേച്ചിയുടെ ആരൊക്കെയാണ്? ഇത് ഹസ്ബൻഡ് ജോഷ് ചേട്ടൻ, ഇത് മോള് മരിയ. എന്താ ചെയ്യണേ? ഡിഗ്രി തേർഡ് ഇയർ. ഏതാണ്? ബികോം. ക്രൈസ്റ്റില്. ഓക്കെ. ചേച്ചി എന്റെ ഫ്രണ്ടാണ് മിനി. മിനിയുടെ ഹസ്ബൻഡാണ് ഇത് സണ്ണി ചേട്ടൻ. എങ്ങനെ, നിങ്ങൾ എത്ര കാലത്തെ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങളുടെ? 10 വർഷത്തെ. എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതും ഫ്രണ്ട്സ് ആയതൊക്കെ? നിങ്ങള് ക്ലബില്, ഞങ്ങളൊരു ഇവിടെ ക്ലബ് ഉണ്ട്, ഇവരുടെ വൈസ്മെൻസ് ക്ലബ് ഉണ്ട്. അപ്പൊ ക്ലബിലെ മെമ്പേഴ്സ് ആണ് ഇവര് രണ്ടുപേരും. ഇവര് ചെറുതിലെ തുടങ്ങിയിട്ട് ഫ്രണ്ട്സ് ആണ്. ഓക്കെ. അപ്പം മിനി ചേച്ചി, ജാൻ ചേച്ചി എങ്ങനെ നല്ല അടിപൊളി കുക്കിംഗ് ആണോ? എന്താണ് പുള്ളിക്കാരുടെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം? ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, എല്ലാം ഫ്രൈന്റെ ആളാല്ലേ? പിന്നെ മീൻകറി വന്നായിരിക്കും. അതെ അല്ലേ? അപ്പം എന്തൊക്കെയാണ് ജോഷി ചേട്ടൻ ചെയ്യണത്? എന്താ ജോഷി ചേട്ടൻ ജോലി? ജ്വല്ലറിയാണ്. എവിടെയാണ്? ചാലക്കുടി തന്നെയാണോ? തൃശ്ശൂര്. സണ്ണി ചേട്ടനോ? ഓക്കെ. എവിടെ? ഓക്കെ. ജാൻസി ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇവന്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ചെറിയ തോതിൽ ഇട്ടാ, വലിയ തോന്നല്ല, എന്നാലും ചെറിയ തോതിൽ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നു. ഓക്കെ. ജാൻസി ചേച്ചിക്ക് വേറെ മക്കള്? ഇവളെ മോളിനെക്കാട്ടി മൂത്തത് മോനുണ്ട്. മോന് ബാംഗ്ലൂർ ഡെക്കാത്തലൻ കമ്പനിയില് ഇപ്പൊ ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നൈസ്. അപ്പം നല്ലൊരു ഹാപ്പി ഫാമിലിയും ഫാമിലിയുടെ കൂടെയുള്ള ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ ചേച്ചി, മോൻ ഇപ്പം ബാംഗ്ലൂരാണ്. ഓക്കെ. മോന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഡിഷ് എന്താ? വീട്ടില് പൊതുവില് മോനായാലും ചേട്ടനായാലും ബീഫാണ് മെയിൻ ഇഷ്ടമുള്ള സാധനം. എല്ലാരും ബീഫിന്റെ ആൾക്കാരാണ്? അതെ, ബീഫിന്റെ ആൾക്കാരാണ്. ഒരു മിനിറ്റ്, ഞാന് ഒരു ഗ്ലാസ് ചായ ഒന്ന് എടുക്കട്ടെ. പിന്നെ ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യൽ കിണ്ണത്തപ്പം, ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അപ്പാണ്.
അത് നിങ്ങളുടെ അവിടെ കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യൽ ഒരു ഐറ്റം ആണ്. അപ്പൊ അത് ചേച്ചിയുടെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം എന്തായാലും കോഴിക്കോട് കിട്ടില്ല. അതുകൊണ്ട് ആ സ്പെഷ്യൽ ഐറ്റം വരട്ടെ. കാരണം ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു കിണ്ണത്തപ്പം കഴിക്കാൻ കുഴപ്പമില്ല. വയറിൽ ഇഷ്ടംപോലെ സ്ഥലമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഒരു കിണ്ണത്തപ്പത്തിന് ചെറിയ സ്പേസ് ഉണ്ട്. അപ്പൊ ചേച്ചി ബീഫ് അല്ലാണ്ട് ചേച്ചിയുടെ മെയിൻ ഡിഷ് എന്തൊക്കെയാണ്? അങ്ങനെ മെയിൻ എന്ന് പറയാനില്ല. മീൻകറി. ആ വീട്ടിൽ അമ്മ നല്ല പോലെ മീൻകറി കുക്ക് ചെയ്യും. എല്ലാവർക്കും അമ്മയുടെ മീൻകറി ഭയങ്കര ഫേമസ് ആണ്. എന്റെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ചേച്ചിമാരും എല്ലാവരും വന്നാല് എപ്പോഴും ചോദിക്കുക അമ്മയുടെ മീൻകറി ചോദിക്കും. പിന്നെ ഞാൻ സാധാരണയായിട്ട് ബീഫ്, ചിക്കൻ ഒക്കെ ചെയ്യും, ചെമ്മീൻ ഒക്കെ ചെയ്യും. എന്നാൽ കൂടിയും വീട്ടിലെ മെയിൻ വിഭവം എന്നും ബീഫ് തന്നെയാണ്. ഞാൻ വരുന്ന വഴി ഇവിടെ ഒരു പുഴ കണ്ടു. ആ പുഴന്ന് മീൻ പിടിച്ച് വന്ന് ഇവിടുന്ന് കുക്ക് ചെയ്യാനാണ്? എന്താണ് മീൻ പിടിച്ചിട്ട് ഇവിടെ അങ്ങനെ മീൻ പിടുത്തമില്ല. നമുക്ക് പക്ഷെ മീൻ കിട്ടും, നല്ല മീൻ കിട്ടും. ഇവിടെ മാർക്കറ്റ് അടുത്ത് തന്നെയാണ്. അപ്പൊ നല്ല മീൻ കിട്ടും. അത് പോയി മേടിച്ചിട്ട് വരും. അപ്പൊ നിങ്ങളിപ്പോ ക്ലബിൽ നിന്നാണ് മീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ക്ലബിൽ എന്തൊക്കെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ? അതിനകത്ത് എപ്പോഴും സെക്രട്ടറിയാണ് ഞാൻ, ട്രഷറാണ്. ഓക്കെ. അപ്പോ അതിന് മന്ത്ലി മീറ്റിംഗ്, അതുപോലെ തന്നെ ചാരിറ്റി, ഈ പ്രളയമൊക്കെ വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരു മീറ്റിംഗ്. ഇതാണ്. താങ്ക് യു. ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ കിണ്ണത്തപ്പം. കിണ്ണത്തപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കിണ്ണത്തപ്പം. കാരണം അമ്മച്ചിയുടെ കൈപ്പുണ്യം നേരെ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്കൊരു കാര്യം ഏകദേശം ഉറപ്പായി, അമ്മച്ചിയുടെ കൈപ്പുണ്യം എന്തായാലും മകൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇന്ന് ചേച്ചി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാന് ഇന്ന് ബീഫ് വിത്ത് വെജിറ്റബിൾ ഫ്രൈ ആണ്. ബീഫ് വിത്ത് വെജിറ്റബിൾ ഫ്രൈ. കിണ്ണത്തപ്പത്തിന്റെ ആ ഒരു ടേസ്റ്റിന്റെ പാറ്റേൺ വെച്ചിട്ട് എനിക്ക് ബീഫിന്റെ അത് കുറച്ച് അതില് നമ്മള് ചൈനീസ് ഡിഷ് പോലെ ആവാൻ വേണ്ടിട്ട് കുറച്ച് ഹോട്ട് ആൻഡ് സോറും കൂടി ചേർത്തിട്ട് സോസ് ചേർത്തിട്ടാ ചെയ്യുന്നത്. ഇതിനേക്കാൾ മുന്നേ ഞാൻ കുറച്ചു നേരത്തേക്ക് ചേച്ചിനെ ഞങ്ങളുടെ അടുക്കളയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ആർക്കും വിരോധമൊന്നുമില്ലോ. അപ്പൊ ഞാൻ ആ ബീഫ് ഫ്രൈ ബീഫ് വിത്ത് വെജിറ്റബിൾ ഫ്രൈ നല്ല കാര്യമായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് വയറൊക്കെ സ്പേസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് പോയാലോ? ഉറപ്പായിട്ടും. കിണ്ണത്തപ്പത്തിന്റെ രുചി വായെന്ന് പോയിട്ടില്ല. അത് പോയി തുടങ്ങുമ്പോഴത്തേക്ക് ബീഫ് വെജിറ്റബിൾ ഫ്രൈ എനിക്ക് മുന്നിൽ എത്തുകയാണെങ്കിൽ എനിക്ക് അതിന്റെ രുചി മാറുന്നതിന് മുന്നേ വീടെത്താം. ഓക്കെ അല്ലേ? ഈ ഡിഷ് ആരാണ് ചേച്ചിക്ക് പറഞ്ഞത്? എപ്പോഴാണ് ചേച്ചി? എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങള് ഒരു ചെറിയ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 2-3 കിച്ചണായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ചാലക്കുടിയിൽ തന്നെയുള്ള ഡാനേസ് ചോയ്സ് എന്ന് പറഞ്ഞ ഒരു കിച്ചണില് നമുക്ക് ചെയ്ത് തരാറുണ്ട്. അപ്പൊ ഈ ഡിഷ് അവര് ഞാനിപ്പോ ഇത് കഴിച്ചിട്ട് അവരവിടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടെത്തുന്നു. അപ്പൊ ഇത് വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ പറഞ്ഞു അത് എങ്ങനെയാ ഉണ്ടാക്കാന്ന് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ട് ഡൈനസ് ചോയ്സിന്റെ ഓണർ സാബു ചേട്ടൻ തന്നെ നേരിട്ടാണ് എനിക്കിത് പറഞ്ഞു തന്ന് എന്നെ നിന്ന് കാണിച്ചൊക്കെ തന്നിട്ട് പോയേ. അതെ അല്ലെ? അപ്പം കാണിച്ചു തന്നു. അതിന് മുന്നേ നിങ്ങൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു സാധനമാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ ചേച്ചി നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. എന്താണ് ആദ്യം വേണ്ടത്? നമ്മള് പാൻ ചൂടായി കഴിയുമ്പോ നമ്മള് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സാധാരണ ഇത് ഒലിവ് ഓയിലൊക്കെ ഉണ്ടാക്കും. നമ്മുടെ ഇവിടെ ഒലിവ് ഓയിലിൽ ഉണ്ടാക്കിയാൽ ആ ടേസ്റ്റ് ചിലപ്പോ എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഒലിവ് ഓയിലാണെങ്കിലും സാധാ ഓയിലാണെങ്കിലും. റെസ്റ്റോറന്റിലൊക്കെ ശരിക്കും അവർ ഒലിവ് ഓയിലിൽ തന്നെ ഉണ്ടാക്കാറ്. നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് ഒരു പക്ഷേ ഒലിവ് ഓയിലിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല. ഞാൻ ഒലിവ് ഓയിലിൽ ട്രൈ ചെയ്തു, പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടി വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടത് സൺഫ്ലവർ ഓയിലിൽ ചെയ്തപ്പോഴാണ്. അപ്പൊ അത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക്കും സവോള അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസും അതിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമ്മൾ അതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണുള്ളൂ. ഓക്കെ. അപ്പം സംഭവം ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എവിടെ നിന്നൊക്കെയോ സ്മെല്ലൊക്കെ ഏതൊക്കെ എഫക്റ്റ് കൂടി വരുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ ചേച്ചി ഇതിലേക്ക് കുറെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാമോ? ക്യാരറ്റ് ഇട്ടു, പിന്നെ ക്യാപ്സിക്കം ഞാൻ 3 കളർ ക്യാപ്സിക്കം ഇട്ടു. റെഡ്, യെല്ലോ, ഗ്രീൻ 3 ഇട്ടു. അത് ഏതെങ്കിലും ഒരെണ്ണേ ഉള്ളെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കാണാൻ ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് ഇട്ടുന്നേ ഉള്ളൂ. ഒരു ടൈപ്പ് ഉള്ളെങ്കിൽ ഒരു ടൈപ്പ് ആയാലും മതി, കുഴപ്പമില്ല. പിന്നെ ബ്രോക്കലി ഇട്ടു. അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായിട്ട് വരുമ്പോ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും
അതുപോലെ തന്നെ പിരിയൻ മുളകിന്റെ പൊടിയും കൂടി കാശ്മീരി ചില്ലി പൗഡർ അല്ലേ? കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടിയിട്ട് നമ്മൾ ചേർത്ത് ഈ നമ്മുടെ ബീഫ് വേവിച്ചതിന്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒഴിച്ചിട്ട് അതിലൊന്ന് ബീഫ് കൂടിയിട്ട് ഇതൊന്നും ആയി കഴിഞ്ഞാലാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ചേച്ചിക്ക് നല്ല തനി ചാലക്കുടിക്കാരിയുടെ സംസാരമാണ്. ഞാൻ ഒരുപാട് ചാലക്കുടിക്കത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഏകദേശം ഒരേ സംസാര പാറ്റേൺ ആണ്. അപ്പം ചേച്ചിക്ക് എങ്ങനെ കലാഭവമണിനെ ഇഷ്ടമാണോ? കലാഭവമണിന് നല്ല ഇഷ്ടമുള്ളതാണ്, ഒക്കെ ഉണ്ട്. മണിച്ചേട്ടന് ഇഷ്ടമാവാത്ത ആരാളല്ലേ? അതെ അതെ. അപ്പം മണിച്ചേട്ടന്റെ ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞെങ്കിൽ ചാലക്കുടി ആരോടും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ അപ്പൊ തന്നെ ചാടിക്കൽ പാടുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയല്ല, ചാലക്കുടിക്കാരുടെ സംസാരം ഉണ്ട്, സ്ലാങ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പാട്ട് മാത്രമില്ല, പാടാറില്ല. ഞാൻ വന്നപ്പോ തന്നെ ജോയിച്ചേട്ടൻ എന്നോട് പറഞ്ഞത് ചേച്ചി നന്നായി പാടും, അത് തെറ്റിയതാ. ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകാറുള്ളൂ എന്നൊക്കെ. അങ്ങനെയല്ല, അത് കേട്ടത് അനിരുദ്ധ് കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണ്. ജോയിച്ചേട്ടൻ നല്ലപോലെ പാടും. ഓ അങ്ങനെയാണോ പറഞ്ഞത്? പക്ഷെ ഓരോ ദിവസവും എന്താ പറയാ, ജോയിച്ചേട്ടൻ ഉറങ്ങുന്നത് പോലും ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ജോയിച്ചേട്ടൻ തന്നെ പാടിയിട്ട് ഉറങ്ങാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷെ ജോയിച്ചേട്ടൻ നല്ലപോലെ പാടും, അതുപോലെ തന്നെ കീബോർഡ് വായിക്കും, ഗിറ്റാർ ചെയ്യും. അങ്ങനെ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര പ്രായമായാലും അത് പഠിക്കുന്നത് നിർത്തിയിട്ടില്ല. എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവും. ആളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ തന്നെ കലാഭവനിലൊക്കെ ഉള്ളവരാണ്. അപ്പോ അവരുടെ അടുത്ത് പോവും, പഠിക്കലൊക്കെ ഇപ്പോഴും ഉണ്ട്. എനിക്ക് മാത്രം അങ്ങനെ ഒരു കഴിവില്ല. എന്നാലും ചേച്ചിയുടെ പാട്ട് ഞങ്ങൾക്ക് മിസ്സായി. എന്നാലും കുഴപ്പമില്ല, വെജിറ്റബിൾസ് ഏകദേശം ഫ്രൈ ആയി തുടങ്ങിയിരിക്കണം. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് സോസുകളൊക്കെ കുറച്ച് ചേർക്കണം. എന്തൊക്കെ സോസാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്? സോയാ സോസ് ചേർക്കണം. സോയാ സോസ് ചേർക്കണം. പിന്നെ ഗ്രീൻ ചില്ലി അല്ല റെഡ് ചില്ലി സോസ് ചേർക്കണം. അത് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ചില്ലിയുടെ മാത്രമായിട്ടുള്ള സോസും ഒന്ന് ടൊമാറ്റോന്റെ മാത്രം. ഓക്കെ. അപ്പം ഈ 3 കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെല്ലറി സെല്ലറി. ഓക്കെ. ബീഫ് കിട്ടും അല്ലേ? ബീഫ്. അപ്പൊ ഈ ബീഫ് ഇടുന്നതിന് മുന്നേ ബീഫ് നോർമലി എന്താ ചെയ്യാ, പുഴുങ്ങിയിട്ടാണോ? അതെ അതെ. ഞാൻ ബീഫ് നമ്മൾ ശരിക്കും കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വലിയ പീസാക്കിയിട്ട് ഇതുപോലെ വലിപ്പമുള്ള, ഇതിലും കുറച്ചുകൂടി വലിപ്പമായാലും കുഴപ്പമില്ല, നമ്മൾ വലിപ്പമുള്ള പീസാക്കിയിട്ട് നമ്മൾ അതില് സോയാ സോസും ഉപ്പും ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഓക്കെ. എന്നിട്ടാണ് ചെറുതായി സ്ലൈസസ് ആക്കി മുറിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പം ഇത്രയും ഇട്ട് കഴിഞ്ഞു. അപ്പൊ ആ വെജിറ്റബിൾ ഫ്രൈന്റെ കൂടെ ബീഫും ആയി കഴിഞ്ഞു. ആ സ്മെല്ലും വന്നു തുടങ്ങി. ഇപ്പൊ തന്നെ എന്റെ വയറിന്റെ ഉള്ളിലും മനസ്സിലും എല്ലായിടത്തും ഇത് കഴിക്കാനുള്ള ആ ഒരു ഫീല് വന്നു തുടങ്ങി. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? ഇതില് കുറച്ച് നമ്മൾ ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് പുഴുകി ആവാൻ വേണ്ടിയിട്ട് നമ്മള് ബീഫ് വേവിച്ചത് നമ്മള് സോയാ സോസും ഉപ്പും ഇട്ടിട്ട് വേവിക്കുമല്ലോ, വേവിച്ചതിന്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ബീഫ് തിളപ്പിക്കാൻ ഉപയോഗിച്ച ആ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇതിൽ വളരെ കുറച്ച് അത് നോക്കിയിട്ട് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. കറിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഇനിയിപ്പോ കറിയല്ല, നോർമൽ ആയിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണെങ്കിൽ കുറച്ച് മതി. അപ്പൊ അതൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റ് ആവാം. ആയിക്കോട്ടെ. അപ്പം ബീഫിന്റെ സ്റ്റോക്ക് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെച്ച് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് വെക്കാം. ചേച്ചി, ഇപ്പം ചാലക്കുടി പുഴ അവിടെ ഉണ്ട്. അപ്പം നല്ലോണം പ്രളയം വന്നൊരു സമയമായിരുന്നു കഴിഞ്ഞ വർഷം, ഏകദേശം അവസാനം. അപ്പം ആ സമയത്ത് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നോ, അതോ വീട്ടിലും ഭാഗത്ത് എന്തെങ്കിലും? ഞങ്ങൾക്ക് ഇവിടെ ഈ ഏരിയയിൽ മൊത്തത്തിൽ നമുക്ക് നല്ലപോലെ വെള്ളം കേറിയിരുന്നു. ഞങ്ങളൊന്നും കേറില്ല എന്നുള്ള ഒരു പ്രതീക്ഷയില് സാധനങ്ങളൊന്നും മാറ്റി വെക്കാൻ പറ്റിയില്ല. നമുക്ക് കേറില്ല എന്നുള്ളൊരു വിചാരം കൊണ്ട് എല്ലാവരുടെയും കേറി എന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടായില്ല. എല്ലാവരും വീട്ടില്, ഞങ്ങൾക്കൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡൈനിങ് ടേബിളിന്റെ ഹൈറ്റ് വരെ അത്രയൊക്കെ വെള്ളം വന്നുള്ളൂ. അതിലും കൂടുതൽ ആ പുഴ കുറച്ചും കൂടി അടുത്തുള്ളവർക്കൊക്കെ കുറേയും കൂടി വെള്ളം കയറി. ഈ ഫസ്റ്റ് ഫ്ലോർ മൊത്തം മുങ്ങിയവരും ഉണ്ട്. ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ നശിച്ചും പോയിട്ടുണ്ട് എല്ലാവരുടെ വീട്ടില്. ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും TV സ്റ്റാൻഡ്, ഡൈനിങ് ടേബിള് എല്ലാം മുങ്ങി. 2 കാറ് എല്ലാം വെള്ളത്തിൽ. കാരണം നമുക്ക് അങ്ങനെ മാറ്റിയിടാനുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നില്ല, വെള്ളം വരില്ല എന്നുള്ളൊരു ഉറപ്പിൽ അങ്ങനെ നിന്നു.
സമയം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ അങ്ങനെ ഇതേ വരുന്നു എന്ന് പറഞ്ഞെങ്കിൽ, പക്ഷെ നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസ് മാറ്റിയില്ല ഒന്നും. കാരണം പ്രകൃതിയല്ലേ, പ്രകൃതിയുടെ കാര്യം നമുക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷെ എന്തായാലും ആ പ്രളയം കഴിഞ്ഞു, അതിൽ നിന്നും ഏകദേശം ഓക്കെ ആയി വരികയാണോ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പൊ എല്ലാവരും നോർമൽ, എല്ലാവരും ഒരു ആ പഴയ രീതിയിലേക്ക് എത്തി തുടങ്ങി. കാരണം എല്ലാവരും എല്ലാം പുതിയതും എല്ലാം ശരിയാക്കി ഓൾട്ടറേഷൻ വർക്കുകളും ഒക്കെ ആയിട്ട് കുഴപ്പമില്ലാണ്ട് പോണു. ചേച്ചി ആദ്യമായിട്ട് കുക്കിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനെ പറഞ്ഞാല് ഞാൻ എൻ്റെ ചെറിയ നമ്മൾ പഠിക്കുന്ന പ്രായത്തൊന്നും ഞാൻ ഒട്ടും കുക്ക് ചെയ്യില്ല, എനിക്കറിയില്ല. ചായ വെക്കാൻ അറിയും, ചോറൂറ്റാൻ അറിയും, അത്രേ അറിയുള്ളായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അത് മാത്രം അറിയുള്ളായിരുന്നു. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടില് അവിടുത്തെ എല്ലാവരും, ചേട്ടനും ഒഴിച്ച് അപ്പനും അമ്മയും, അവിടെ 2 മക്കളേ ഉള്ളൂ. അനിയൻ പള്ളിയിലെ അച്ഛനാണ്, പിന്നെ ഹസ്ബൻഡും അവരുടെ അനിയൻ പള്ളിയിലെ അച്ഛനാണ്. ഇപ്പോ പുള്ളി പറപ്പൂക്കര പള്ളിയിൽ വികാരിയാണ്. അതെ അതെ അതെ. പേര് ഫാദർ ജോജി കല്ലിങ്ങല്. ആ പുള്ളി അച്ഛനായിട്ട് പോയി. പിന്നെ ചേട്ടൻ മാത്രമേ ഉള്ളൂ, അപ്പനും അമ്മയും. പക്ഷെ അപ്പനും അമ്മയും നല്ല പോലെ കുക്ക് ചെയ്യും. അപ്പനും ചെയ്യും, അമ്മയും ചെയ്യും, നല്ല പോലെ കുക്ക് ചെയ്യും. ആരെങ്കിലും നമുക്ക് പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ടെൻഷനേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരിങ്ങനെ നല്ലപോലെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അടുത്ത് നിന്ന് നോക്കി നിന്ന് അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, അങ്ങനെ നോക്കി നിന്ന് ഇപ്പൊ ഞാൻ എല്ലാം ചെയ്യാൻ പഠിച്ചു. അങ്ങനെ നോക്കി നിന്ന് പഠിക്കുക പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യം തന്നെ കേട്ടോ. കാരണം ഞാനിപ്പം ഇങ്ങനെ നോക്കി നിന്നിട്ട് എനിക്ക് അങ്ങനെയല്ല, ഇത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നോക്കി ഒരുപാട് തവണകളല്ലേ. പിന്നെ ഓരോ ദിവസവും നിന്ന് പഠിച്ചെടുത്ത കുറെ വിഭവങ്ങളാണ്. പിന്നെ പറഞ്ഞു തരുമായിരുന്നു, നല്ലപോലെ പറഞ്ഞു തരും അപ്പനും അമ്മയും. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടി, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു, എരിവ് കൂടി, അങ്ങനെയുള്ള ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ചേച്ചി അതിന്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി എന്താ നമ്മൾ അതിലേക്ക് ചെയ്യാൻ പോകുന്നത്? ഇതിൽ ഇനി കുറച്ച് നമുക്ക് കുരുമുളക് പൊടിച്ചത്, ബ്ലാക്ക് പെപ്പർ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അത് കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഹോട്ട് ആൻഡ് സോർ ആണല്ലോ ഇത് സോസ്. അപ്പൊ കുറച്ച് എരിവിന്റെ, കാരണം ബീഫ് ആവുമ്പോ നമുക്ക് ഇച്ചിരി എരിവ് വേണം, എന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പൊ പെപ്പറിന്റെ പൊടി നമ്മൾ ഇച്ചിരി നല്ലോണം ചേർക്കും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ചേർത്തതിൽ ബാക്കി ഉണ്ടായിരുന്ന ക്യാപ്സിക്കം 3 കളറും, അത് നേരത്തെ അത് കുക്കായിട്ടുണ്ടാവും. അപ്പൊ കുക്കാവുമ്പോ അതിന്റെ കളർ അത്രയും നമുക്ക് കിട്ടില്ല. അപ്പൊ അത് കളർഫുൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്ന ക്യാപ്സിക്കം 3 കളറും പിന്നെ മറ്റേ ബ്രോക്കലിയും എല്ലാം അതിൽ ചേർത്ത് സെർവ് ചെയ്യാം. അപ്പൊ കഴിക്കാൻ തയ്യാറാവേണ്ട സമയമായി അല്ലേ? അതെ അതെ. അപ്പൊ ചേച്ചി ബീഫ് വെജിറ്റബിൾ ഫ്രൈ ഏകദേശം ആയി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ആ ഒരു സ്മെല്ലും വരുന്നുണ്ട്, ആ ഒരു പച്ചപ്പും ഉണ്ട്, ചുവപ്പും ഉണ്ട്, മഞ്ഞയും ഉണ്ട്, ആകെ മൊത്തത്തില് കളർഫുൾ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു? ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയിപ്പോ ഇതിന്റെ ചൂടൊക്കെ കാരണം ഏകദേശം കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിക്കട്ടെ, ചേച്ചി എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും ഇത്ര സ്മാർട്ട് ആൻഡ് എനർജറ്റിക് ആണോ? വീട്ടിലും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ. വീട്ടിലെങ്ങനെയാ നമ്മുടെ ജോസിയേട്ടനായിട്ടൊക്കെ അടിയുണ്ടാക്കാറുണ്ടോ? അതൊക്കെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പൊ ആരാണ് ശരിക്കും നിങ്ങൾ അടിയുണ്ടാവുന്ന സമയത്ത് ആരാണ് വാക്കുകൾ കൊണ്ട് കൂടുതൽ ശക്തൻ? അങ്ങനെയില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇച്ചിരി ഇങ്ങനെ നല്ലപോലെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും പെട്ടെന്ന് തല്ലും പിടിക്കും, പെട്ടെന്ന് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരാൾ അറിയാണ്ട് സ്നേഹവും. അതെ അല്ലേ? അതാണ്, അങ്ങനെ വേണം. അപ്പൊ ചേച്ചി ഇപ്പം ഇത്ര സ്മാർട്ടാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചേച്ചി വേറെ എന്തൊക്കെയായിരുന്നു ചേച്ചിയുടെ ആക്ടിവിറ്റീസ്? പാട്ട് പാടല്? അങ്ങനെയില്ല, എല്ലാത്തിലും ഉണ്ടാവും. അന്നും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നത്തെ പോലെ അല്ലെങ്കിലും എല്ലാ ദിവസവും ഞാൻ പഠിക്കുന്ന സമയത്തും അസംബ്ലിക്ക് പേപ്പർ വായിക്കണം, ന്യൂസ് വായിക്കണം, സ്റ്റേജിൽ കയറി നിന്നിട്ട് വായിക്കണം. അപ്പൊ അന്നും പലപ്പോഴും ചാൻസ് കിട്ടാതെ എനിക്ക് അങ്ങനെ വായിച്ചിട്ട് കുറച്ചൊരു ധൈര്യം അങ്ങനെയുണ്ട്. ന്യൂസ് വായിക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെ ഗൈഡിങ് ഉണ്ടായിരുന്നു അന്ന്, ആ ഗൈഡിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ ബീഫ് വെജിറ്റബിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതെ അതെ, ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. ഉറപ്പായിട്ടും നല്ല അടിപൊളി കളറായിട്ടുണ്ട്. ആ ഒരു ബീഫ് വെജിറ്റബിൾ ഫ്രൈ എന്നതിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബീഫ് ഉണ്ട്, വെജിറ്റബിൾസ് ഫ്രൈ ആയിട്ടുണ്ട്. അതിന് മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയനും സെലറിയും ഉണ്ട്. അപ്പം ഞാൻ കഴിച്ചോട്ടെ? അപ്പൊ എല്ലാവരും പെർമിഷനോടെ ഞാൻ കഴിക്കുകയാണ്.
ചേച്ചി ഒരു രക്ഷയില്ല, നല്ല കിഡിലനായിട്ടുണ്ട്. ആ ഒരു ബീഫും ആ ഒരു വെജിറ്റബിൾസിന്റെ ആ ഒരു പ്രസൻസും ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ്. കാരണം മീറ്റും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട്. അപ്പം വെജിറ്റബിൾസ് ഇല്ലാത്ത ഫുഡ് കഴിക്കാത്തവർക്ക് ഇതിൽ വെജിറ്റബിൾസ് ഉണ്ടെന്നുള്ളൊരു ആശ്വാസമുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ചേച്ചി ഇത് പറഞ്ഞ ചേച്ചിയുടെ ഫ്രണ്ട് ആരാന്ന് പറഞ്ഞേ? എനിക്ക് സാബു ചേട്ടനാണ്. അപ്പം ചേച്ചിക്ക് ഇത് പറഞ്ഞു കൊടുത്ത സാബു ചേട്ടനും ഒരു വലിയ താങ്ക് യു സോ മച്ച്. കാരണം സാബു ചേട്ടൻ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തോണ്ട് മാത്രമാണ് എന്റെ വയറ് നിറയെ എനിക്കിത് കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. ഞാൻ വന്നപ്പോ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എന്ത് കഴിച്ചാലും, ഞാൻ ഉണ്ടാക്കി തന്നത് എന്ത് കഴിച്ചാലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സംഭവം അടിപൊളിയാന്ന് തന്നെ പറയണം. അപ്പം ഞാനിത് പക്ഷെ സത്യസന്ധമായിട്ടും പറഞ്ഞാൽ പറ്റും ചേച്ചി, നല്ല ഗംഭീരമായിട്ട് ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് മുഴുവൻ വിശദമായി ഇരുന്ന് കഴിക്കണം. കാരണം ഇത് വെറുതെ കഴിച്ചാൽ പോലും ടേസ്റ്റി ആണ്. അപ്പൊ ചേച്ചി ഞാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ പ്ലേറ്റും ഞാൻ കൊണ്ടുപോവുകയാണ്. അയലത്തെ അടുക്കളയിൽ മറ്റൊരു ഗംഭീര എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്കും ബൈ.